ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോന്ന് വിളി കേട്ടേ? ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോന്നുള്ള വിളി കേൾക്കുമ്പോൾ സാറിന് എന്ത് സന്തോഷമാണെന്നറിയാവോ? സാറിന് വലിയ സന്തോഷമാണ്. സാറിന് മാത്രമല്ല, ദൈവപിതാവും വലിയ സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുമക്കൾ ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുക. വീണ്ടും നമുക്ക് ഈശോയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പിപ്പിടിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വ്യക്തിപരമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും കാത്തു സംരക്ഷിച്ചതെന്ന് ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ കൂട്ടുകാരെ, ഞങ്ങളുടെ അധ്യാപകരെ എല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഈ നിമിഷം ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ മനസ്സിൽ ഈശോയെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം പതിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധി അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മയുടെ നീല അങ്കയിൽ പൊതിഞ്ഞ് ഞങ്ങളെ എപ്പോഴും കാത്തു സംരക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കുക. സുഖമല്ലേ? സന്തോഷമല്ലേ? സന്തോഷമാണ്. നിങ്ങളെ കാണുമ്പോൾ സാറിനും വലിയ സന്തോഷമാണ്. നിങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾ ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? എന്താ മാർട്ടീന? മഹത്വീകൃതനായ ഈശോയെക്കുറിച്ചാണ് മാർട്ടീന മിടുക്കിയാണ് കേട്ടോ. മാർട്ടീന നല്ലപോലെ ഓർക്കുന്നുണ്ട്. രാജാതിരാജനായ ഈശോയെക്കുറിച്ചല്ലേ? കിരീടവും ചെങ്കോലുമൊക്കെ പിടിച്ച് പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഈശോ സ്വർഗത്തിലേക്ക് പോയപ്പോൾ നമുക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. അതിനെക്കുറിച്ച് സാറ് പറഞ്ഞു അല്ലേ? എന്താ ഓർക്കുന്നുണ്ടോ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് പോകുന്നത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. നമ്മളെല്ലാവരും പഠിച്ചു അല്ലേ? അത് കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമായി. എന്താ? ആ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഈശോ വരും. ഈശോ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമ്മളെ ഇരുത്തും. ഇരുത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാലാഖവൃന്ദങ്ങളും വിശുദ്ധരുമെല്ലാം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന ആ ഒരു വലിയ അനുഭവം നമുക്കുമുണ്ടാകും. വലിയ സന്തോഷമായി നമുക്കത് കേട്ടപ്പോൾ അല്ലേ? അത് നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചു. ഏതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ നിത്യ ശിക്ഷയ്ക്കോ രക്ഷയ്ക്കോ അർഹമാകുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈശോ പറഞ്ഞ തിരുവചനങ്ങളൊക്കെ, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ പരദേശിയായിരുന്നു, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, അതൊക്കെ നമ്മൾ പഠിച്ചു. അന്നേരം നമ്മൾ ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞ എന്താണ്? എൻ്റെ ഏറ്റവും എളിയ ഒരു സഹോദരന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. എന്നിട്ട് നരകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. നരകത്തിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു. നരകത്തിൽ പോകാവുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലേ? എന്നിട്ട് ഈശോ അവസാനം ഒരു കാര്യം നമ്മളോട് പറഞ്ഞു വെച്ചു. ആരാ ഓർക്കുന്നേ? ടീന. എന്താ ടീന? സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. ടീന മിടുക്കിയാണല്ലോ. സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തിനർഹനാകുന്നത്? നിത്യരക്ഷയ്ക്കോ ശിക്ഷയ്ക്കോ അർഹനാകുന്ന സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കഴിഞ്ഞ പാഠം പഠിച്ചപ്പോൾ നമ്മളൊരു തീരുമാനത്തിലെത്തി. എന്താ? നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ കിട്ടുന്ന നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കി കളയുകയില്ല. നമ്മൾ കൊച്ച് ഏത് നന്മ പ്രവർത്തികൾ ചെയ്യാൻ അവസരം കിട്ടിയാലും അതെല്ലാം വളരെ സ്നേഹത്തോടെ വളരെ തീക്ഷ്ണതയോടെ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗരാജ്യം നേടിയെടുക്കാൻ. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗരാജ്യം നേടുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു. സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈശോ നമ്മളോടൊരു വചനം പറഞ്ഞു. തിരുവചനം കാണപ്പെടാത്ത
കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ലെന്ന് പഠിച്ചില്ലായിരുന്നോ? പഠിച്ചു അല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു. ഈ ആഴ്ച ആ ക്ലാസ്സിൻ്റെ വാക്യാണ് നമ്മൾ പഠിക്കുന്നത്. 2 കാലങ്ങളുണ്ട്. ഏലിയ സ്ലീവ മൂശ കാലങ്ങൾ, പള്ളിക്കുദാശ കാലം. ഇങ്ങനെ 2 കാലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഈശോ തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇന്നല്ലേ. എല്ലാ വേദപാഠ ക്ലാസ്സിലും ഈശോ തിരുവചനത്തിലൂടെ സംസാരിക്കും. നമുക്കറിയാം, ഇത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് ഈശോ നമ്മോട് സംസാരിക്കുന്നത്. ഇന്ന് ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് ഈശോ നമ്മളോട് സംസാരിക്കുന്നത്, ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ മക്കൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഈശോ എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത് എന്ന് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കണം കേട്ടോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയൊരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. അവർ ഭയവികലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഒന്ന് ഒച്ചേ പറഞ്ഞേ, നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് ഈശോ നമ്മളോട് സംസാരിക്കുക. മക്കൾക്ക് ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ വീഡിയോ കാണണ്ടേ? സാറ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മക്കളൊന്ന് കണ്ടേ. ഈ സംഭാഷണം നടന്ന് 6 ദിവസം കഴിഞ്ഞ് യേശു പത്രോസ്, യാക്കോബ്, യാക്കോബിന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുഖം സൂര്യനെ പോലെ പ്രശോഭിച്ചു. വസ്ത്രം പ്രകാശം പോലെ വെണ്മയുള്ളതായി തീർന്നു. മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നതായും അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നല്ലത്. അവിടത്തേക്ക് പ്രസാദമെങ്കിൽ ഞാൻ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് അങ്ങേക്കും, ഒന്ന് മോശയ്ക്കും, മറ്റൊന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. പത്രോസ് ഇത് സംസാരിക്കുമ്പോൾ പ്രകാശപൂരിതമായൊരു മേഘം അവരെ ആവരണം ചെയ്തു. ആ മേഘത്തിൽ നിന്ന്, ഞാൻ സംപ്രീതനായിരിക്കുന്ന എൻ്റെ പ്രിയപുത്രൻ ഇവൻ തന്നെ, ഇവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക എന്നൊരു അശരീരി ഉണ്ടായി. ഇതു കേട്ട ശിഷ്യന്മാർ ഭയചകിതരായി നിലത്ത് കമിഴ്ന്നു വീണു. യേശു വന്ന് അവരെ തൊട്ടു. എഴുന്നേൽക്കുക, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തല ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. കണ്ടോ? ഈശോ പത്രോസ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടതിനെ കുറിച്ചാണ് വീഡിയോ അല്ലേ? ഏലിയ സ്ലീവ മൂശ കാലത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് സാർ ആദ്യമേ പറഞ്ഞു. മിശിഹായുടെ മഹത്വപൂർണമായ 2ാമത്തെ ആഗമനവും കുരിശിൻ്റെ വിജയവും അനുസ്മരിക്കുന്ന കാലസമുച്ചയമാണ് ഏലിയ സ്ലീവ മൂശ കാലങ്ങൾ. എന്താണ് ഈശോയുടെ 2ാമത്തെ ആഗമനം? ഈശോയുടെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് നിങ്ങളെ പഠിപ്പിച്ചു. ഈശോ കുതിരപ്പുറത്ത് വരുന്നതും ഈശോ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഓരോരുത്തരെ വേർതിരിച്ച് വിടുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നല്ലേ? അതും കുരിശിൻ്റെ വിജയവും അനുസ്മരിക്കുന്ന കാലസമുച്ചയമാണ് ഏലിയ സ്ലീവ മൂശ കാലങ്ങൾ. രൂപാന്തരീകരണ വേളയിൽ മഹത്വീകരണ കാണപ്പെട്ട ഈശോയോടൊപ്പം പ്രത്യക്ഷപ്പെട്ട 2 പ്രവാചകരാണ് ഏലിയായും മോശയും. നമ്മൾ കണ്ടല്ലേ? ഈശോ രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ട് മലമുകളിലേക്ക് കയറി നിൽക്കുമ്പോൾ
2 പ്രവാചകന്മാർ ഈശോയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു. ആരൊക്കെയായിരുന്നു? കാതറിൻ പറയുന്നുണ്ട് ആരൊക്കെയായിരുന്നു? ഏലിയായും മോശയും. കാതറിൻ ദൈവവചനം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിരുന്നു, സാർ അത് വായിച്ചതായിരുന്നു. ഏലിയായും മോശയും. ഇവർ 2 പേരും ഓരോ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. മോശ നിയമത്തെ മറന്നു പോകരുത് കേട്ടോ മക്കളെ. മോശ നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളായിരുന്നു മോശ. ഏലിയ എന്തിനെയാണ്? ഏലിയ പ്രവാചകന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു. ഈശോയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ടു അല്ലേ? മോശ നിയമത്തെ പ്രതിനിധാനം ചെയ്തു. ഏലിയ എന്തിനെ പ്രതിനിധാനം ചെയ്തു? പ്രവാചകന്മാരെ പ്രതിനിധാനം ചെയ്തു. പഴയ നിയമ സ്നേഹത്തിൻ്റെ പുതിയ നിയമത്താൽ പൂർത്തിയാക്കുകയും പ്രവചനങ്ങൾ നിറവേറ്റുകയും ചെയ്തുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിച്ച് ഈശോയുടെ 2ാം വരവിൻ്റെ മുന്നാസ്വാദനമാണ് മലയിൽ വെച്ച് സംഭവിച്ചത്. നോക്കിയേ, ആ മലയിൽ വെച്ച് എന്താ സംഭവിച്ചത്? പഴയ നിയമത്തെ സ്നേഹത്തിൻ്റെ പുതിയ നിയമത്താൽ പൂർത്തിയാക്കുകയും പ്രവചനങ്ങൾ നിറവേറ്റുകയും ചെയ്തുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിച്ച് ഈശോയുടെ 2ാം വരവിൻ്റെ മുന്നാസ്വാദനമാണ് ഈ താബോർ മലയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ലഭിച്ചത്. നമ്മൾ കണ്ടു ഈശോയുടെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങിയല്ലേ? അപ്പോൾ ശിഷ്യന്മാർ കമിഴ്ന്ന് വീണ് ഈശോയെ ആരാധിച്ചു. അപ്പോൾ ഈശോ ഇറങ്ങി വന്ന് അവരെ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവർ ഉണർന്ന് നോക്കിയപ്പോൾ ഈശോയെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല എന്ന തിരുവചനത്തിൽ നമ്മൾ വായിച്ചത്. ഈശോയുടെ 2ാം വരവിൻ്റെ മുൻ ആസ്വാദനമാണിത്. ഈ ഏലിയാ സ്ലീവ മൂശ കാലങ്ങളിൽ നമ്മൾ ലോകാവസാനം നമ്മൾ അനുസ്മരിക്കുന്ന കാര്യങ്ങളാണ്. ലോകാവസാനം, മരണം, വിധി. എന്തൊക്കെ കാര്യങ്ങളാ? ലോകാവസാനം, അതുപോലെ നമ്മുടെ മരണം, അതുപോലെ ഈശോയുടെ വിധി, അവസാനത്തെ വിധി തുടങ്ങിയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അനുതാപ നിർമ്മലമായ ഹൃദയത്തോടെ മിശിഹായുടെ 2ാമത്തെ ആഗമനത്തിനായി ഒരുങ്ങിയിരിക്കുവാനുമാണ് ഈ കാലം നമ്മളെ അനുസ്മരിക്കുന്നത്. എന്തൊക്കെയാ? ഈശോയുടെ 2ാമത്തെ ആഗമനം, അതുപോലെ ലോകാവസാനം, മരണം, വിധി. ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ അനുതാപമുള്ളൊരു ഹൃദയത്തോടു കൂടി ആയിരിക്കുവാനാണ് ഈ കാലം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. ഏലിയാ സ്ലീവ മൂശ കാലത്തിൻ്റെ പ്രധാന തിരുനാളാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. ഏലിയാ സ്ലീവ മൂശ കാലത്തിൻ്റെ പ്രധാന തിരുനാൾ ഏതാ? കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. മറന്നു പോകരുത് കേട്ടോ, നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നതാ, എല്ലാ പരീക്ഷയ്ക്കും വരും. ഏലിയാ സ്ലീവ മൂശ കാലത്തിൻ്റെ പ്രധാന തിരുനാൾ ഏതാണ്? കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. സെപ്റ്റംബർ 14-ാം തീയതിയാണ് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മൾ തിരുസഭ ആഘോഷിക്കുന്നത്. എന്നാണ്? സെപ്റ്റംബർ 14-ാം തീയതിയാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. അതെങ്ങനെയാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാനുള്ള കാരണം എന്താ? കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞി ഈശോയുടെ കുരിശ് കണ്ടെടുത്തു. ഈ സംഭവത്തോടനുബന്ധിച്ചാണ് ഈ തിരുനാൾ സഭ ആചരിക്കുന്നത്. ഹെലന രാജ്ഞി ഈശോയുടെ കുരിശ് ഏതാണ് നമുക്കറിയാം. 3 കുരിശുകളുണ്ടായിരുന്നു അല്ലേ? 2 കള്ളന്മാരെ തറച്ച കുരിശ്, ഈശോയെ തറച്ച കുരിശ്. ഇതിലേതാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ കുരിശെന്ന് ഹെലന രാജ്ഞി കണ്ടുപിടിച്ചു. ഇതോടനുബന്ധിച്ചാണ് ഈ തിരുനാൾ സഭയിൽ സെപ്റ്റംബർ 14-ാം തീയതി ആഘോഷിക്കുന്നത്. മിശിഹായുടെ 2ാമത്തെ വരവിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യപുത്രൻ്റെ അടയാളം മഹത്വപൂർണ്ണമായ കുരിശായിരിക്കുമെന്ന് സഭ പണ്ട് മുതലേ വിശ്വസിച്ചു പോന്നു. നമുക്കറിയാം, നമ്മൾ ഒപ്പീസിൻ്റെ അവസാനം, നമ്മുടെ മരിക്കുമ്പോഴൊക്കെ ചെല്ലുന്ന ഒപ്പീസിൻ്റെ അവസാനം നമ്മളൊരു പ്രാർത്ഥന ചെല്ലുന്നുണ്ടല്ലേ? കുരിശടയാളത്തോടുകൂടി നീ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യകഥയും ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യസൗഭാഗ്യത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ എന്നല്ലേ? അവസാന വിധി ദിവസത്തിൽ ഈശോയുടെ 2ാമത്തെ വരവിൽ കുരിശായിരിക്കും ആകാശത്ത് തെളിയുന്നതെന്ന് സഭ പണ്ട് മുതലേ വിശ്വസിച്ച് പോന്നിരുന്നു. അതുപോലെ ഇനി നമ്മൾ വെളിപാടിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ്? വെളിപാടിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകമാണ് ഏത്? വെളിപാട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപാട്. ആരാ വെളിപാട് പുസ്തകം എഴുതിയത്? നിങ്ങൾക്കറിയാവോ ആരാ എഴുതിയെന്ന്? ഹെലൻ പറയുന്നുണ്ട്. ആരാ ഹെലനെ? വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. ഹെലൻ മിടിക്കുക. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയാണ് വെളിപാട് ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കേട്ടോ. മറന്നു പോകരുത്, എപ്പോൾ ചോദിച്ചാലും പറയാൻ റെഡി ആയിരിക്കണം. വെളിപാട് ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയാണ്. പാത്മോസ് ദ്വീപിൽ വെച്ചാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത്.
ലോകാവസാനത്തിൽ മിശിഹ പ്രത്യക്ഷനാകുമ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ നശിപ്പിക്കപ്പെടുകയും നന്മ ചെയ്യുന്ന അവിടുത്തെ അനുയായികൾ അവിടുത്തോടൊത്ത് വിജയശ്രീലാളിതനായി പുതിയ ലോകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് ഈ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, വെളിപാട് ഗ്രന്ഥത്തിൽ ലോകാവസാനത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചുമൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. ലോകത്തിൻ്റെ അവസാനത്തിൽ ലോകാവസാന നാളിൽ മിശിഹ പ്രത്യക്ഷനാകുമ്പോൾ, കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ മിശിഹ പ്രത്യക്ഷനാകുമ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ നശിപ്പിക്കപ്പെടുമെന്നും നന്മ ചെയ്യുന്നവർ അവിടുത്തെ അനുയായികളായി അവിടുത്തോടൊത്ത് വിജയശ്രീലാളിതനായി സ്വർഗത്തിൽ ഈശോയോടൊപ്പം ദൈവപിതാവിനോടൊപ്പം ആയിരിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ആരാധനാക്രമവത്സരത്തിലെ ഏറ്റവും അവസാനത്തെ കാലമാണ് പള്ളിക്കൂദാശാക്കാലം. ആരാധനാക്രമവത്സരത്തിലെ അവസാനത്തെ കാലം, 9ാമത്തെ കാലം. നമ്മൾ കഴിഞ്ഞ 8 കാലങ്ങളിലൂടെ കടന്നുപോയി. 9ാമത്തെ കാലമാണ് പള്ളിക്കൂദാശാക്കാലം. നമ്മുടെ ആരാധനാക്രമവത്സരത്തിലെ അവസാനത്തെ കാലത്തിൽ 4 ആഴ്ചകളാണ് ഈ പള്ളിക്കൂദാശാക്കാലത്തിലുള്ളത്. എത്ര ആഴ്ചകളുണ്ട്? 4 ആഴ്ചകളാണ് പള്ളിക്കൂദാശാക്കാലത്ത് സഭ അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത്. മിശിഹ തൻ്റെ മണവാട്ടിയായ സഭയെ അവസാന വിധിക്ക് ശേഷം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നതിനെയാണ് ഈ കാലത്തിൻ്റെ ആരംഭത്തിൽ സഭ അനുസ്മരിക്കുന്നത്. നോക്കിയേ, മിശിഹ തൻ്റെ മണവാട്ടിയായ സഭയെ, തൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാര്യയാണല്ലേ, ഈ മണവാട്ടിയായ സഭയെ, ഏറ്റവും അധികം സ്നേഹിക്കുന്ന സഭയെ, മിശിഹ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സഭയെ അവസാന വിധിക്ക് ശേഷം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഈ സഭയിലെ നമ്മളെ എല്ലാവരും, സഭയിലെ അംഗങ്ങളായ നമ്മളെ ഓരോരുത്തരെയും അവസാന വിധി ദിവസത്തിൽ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നതിനെയാണ് ഈ കാലം നമ്മളെ അനുസ്മരിക്കുന്നത്. യുഗാന്ത്യത്തിൽ സഭ തൻ്റെ മക്കളോടൊപ്പം സ്വർഗീയ ജെറുസലേമാകുന്ന മണവറയിൽ തൻ്റെ വരനെ കണ്ടുമുട്ടുന്നു. നോക്കിയേ, എത്രയോ അർത്ഥപൂർണമായ വചനമാണിത്. യുഗാന്ത്യത്തിൽ, ലോകത്തിൻ്റെ അവസാനത്തിൽ സഭ തൻ്റെ മക്കളോടൊപ്പം, നമ്മളെ ഓരോരുത്തരോടും, എൻ്റെ കുഞ്ഞുമക്കളോടും സാറിൻ്റെ എല്ലാവരോടും, ഈ ലോകത്തിലുള്ള മുഴുവൻ മക്കളോടും ഒപ്പം തൻ്റെ ജെറുസലേം ആകുന്ന മണവറയിൽ ഈശോ അല്ലേ ദൈവപിതാവിൻ്റെ അടുത്ത് തൻ്റെ വരനെ കണ്ടുമുട്ടുന്നു. വരാൻ പോകുന്ന നിത്യസൗഭാഗ്യത്തിൻ്റെ മുൻ ആസ്വാദനമാണിത്. നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിലായിരിക്കുന്നതിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആയിരിക്കുന്നതിൻ്റെ മുൻ ആസ്വാദനമാണ് ഏത് പള്ളിക്കൂദാശാക്കാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മഹത്വപൂർണ്ണമായി വാഴുന്ന ഈശോയെ സൂചിപ്പിക്കുവാനാണ് സ്വർഗത്തിൻ്റെ പ്രതീകമായ മധുബഹായിൽ ദൈവത്തിൻ്റെ സിംഹാസനമായ ബലിപീഠത്തിൽ ദൈവവചനം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരുടെയും നമ്മുടെ പള്ളിയിൽ നമുക്കറിയാം അൾത്താരയിൽ വിശുദ്ധ വചനം സൂക്ഷിച്ചിട്ടുണ്ടല്ലേ? തിരുവചനം സൂക്ഷിച്ചിട്ടില്ലേ? തിരുവചനം വെച്ചിട്ടുണ്ടല്ലേ? നല്ല പൂക്കളൊക്കെ വെച്ച് തിരികളൊക്കെ കത്തിച്ച് തിരുവചനം സൂക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പിതാവിൻ്റെ വലത്ത് ഭാഗത്താണ്, അൾത്താരയുടെ വലത്ത് ഭാഗത്താണ് തിരുവചനം വെച്ചിരിക്കുന്നത്. എന്തിനാണ്? പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മഹത്വീകൃതനായി വാഴുന്ന ഈശോയെ സൂചിപ്പിക്കുവാനാണ്. ഈശോയെ നമ്മളോട് സംസാരിക്കുന്നത്, സാർ എപ്പോഴും പറയും, തിരുവചനം വായിക്കുമ്പോൾ ഈശോയെ നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, അവിടുന്ന് അച്ഛൻ തിരുവചനം എടുത്തുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഇങ്ങനെ മുഖം മറച്ചുകൊണ്ടാണ് വരുന്നത്. ഈശോ നമ്മളോട് സംസാരിക്കാൻ വരുന്നു അല്ലേ? ഈശോയെ തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ഈ തിരുവചനം ഈ അൾത്താരയുടെ വലത്ത് ഭാഗത്ത് വെക്കുന്നത് പിതാവിൻ്റെ ദൈവത്വം മഹത്വപൂർണ്ണമായി വാഴുന്ന ഈശോയെ സൂചിപ്പിക്കുവാനാണ്. ദൈവത്തിൻ്റെ സിംഹാസനമായ ബലിപീഠത്തിൽ ദൈവവചനം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ എൻ്റെ മക്കൾ ഒരിക്കലും മറക്കരുത്. എന്തിനു വേണ്ടിയിട്ടാണ്? പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഈശോ ഇരിക്കുന്നതിനെ സൂചിപ്പിക്കാനാണ്. അതുപോലെ തന്നെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ കാണുന്നുണ്ട്. വിശുദ്ധ കുർബാനയെ അൾത്താരയെ സമീപിക്കുന്ന കാർമ്മികൻ, നമുക്കറിയാം, കാർമ്മികന് അൾത്താരയെ സമീപിക്കുമ്പോൾ അൾത്താരയുടെ മധ്യത്തിലും വലത്തുവശത്തും ഇടത്തുവശത്തും ചുംബിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ? ഇങ്ങനെ ചുംബിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ വലത്തുവശത്തും ഇടത്തുവശത്തും മധ്യത്തിലും ഒക്കെ ചുംബിക്കുന്നുണ്ട്. ഇത് പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കാനാണ്. എന്തിനാണ്? പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കലാണ്. ഈശോയുടെ ജനനത്തോടുകൂടി ആരംഭിച്ച് തിരുസഭയിലൂടെ സ്വർഗത്തിലെത്തിച്ചേരാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരായ നാം എന്ന സത്യം ആരാധനാക്രമവത്സരം നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഏറ്റവും ആദ്യത്തെ പാഠത്തിൽ, പ്രവചനങ്ങൾ പൂർത്തിയായ പാഠത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? മംഗളവാർത്താ കാലത്തെക്കുറിച്ചാണ് പഠിച്ചതല്ലേ? മംഗളവാർത്താ കാലത്തെക്കുറിച്ച് 1ാമത്തെ പാഠത്തിൽ പഠിച്ചു. പിറവിക്കാലത്തെക്കുറിച്ച് പഠിച്ചു. 2ാമത്തെ കാലം ആരാധനാക്രമവത്സരത്തിലെ 1ാമത്തെ കാലം മംഗളവാർത്താ കാലമായിരുന്നു.
ഓർക്കുന്നില്ലേ? രണ്ടാമത്തെ കാലം പിറവിക്കാലമായിരുന്നു. 3 ദനഹാകാലം, നോമ്പുകാലം, 5 ഉയർപ്പുകാലം, 6 സ്ലീഹാകാലം, 7 കൈത്താക്കാലം, 8 ഏലിയാ സ്ലീവ മൂശാകാലം, 9 പള്ളിക്കുദാശാകാലം. ആരാധനാക്രമ മത്സരത്തിൽ വിവിധങ്ങളായ കാലങ്ങളിലൂടെ സഭ നമ്മളെ നയിച്ച്, സഭാ മക്കളായ നമ്മളെ നയിച്ച് ഈ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നു. സ്വർഗം ലക്ഷ്യമാക്കി നീങ്ങുന്ന തീർത്ഥാടകയായ തിരുസഭ മംഗളവാർത്തയിൽ ആരംഭിച്ച് പള്ളിക്കുദാശ കാലത്ത് പൂർത്തിയാക്കുന്ന ആരാധന മത്സരത്തിലൂടെ മിശിഹാ രഹസ്യങ്ങളിൽ പങ്കുചേർന്നും അനുഭവിച്ചും തൻ്റെ ജീവിത ലക്ഷ്യം പ്രാപിക്കുന്നു. സഭയിലെ നമ്മൾ ജീവിത ലക്ഷ്യം പ്രാപിക്കണം. അതാ സഭയുടെ ആഗ്രഹം. അതിനാണ് സഭ മംഗളവാർത്തയിൽ ആരംഭിച്ച് ഈ പള്ളിക്കുദാശ കാലത്തിൽ എത്തിച്ചേർന്ന് മിശിഹാ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ, സ്വർഗമെന്ന ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നത്. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ക്രമവും ഈ രക്ഷാകര അനുഭവം നമുക്ക് കരഗതമാകുന്നു. നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ കുർബാനയിലാണ് നമ്മൾ ഈ ആരാധനാക്രമ മത്സരത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ മംഗളവാർത്താകാലം, പിറവിക്കാലം, ഇതൊക്കെ നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനകളെല്ലാം വ്യത്യസ്തങ്ങളാണ് അല്ലേ? എൻ്റെ മക്കൾ കേട്ടിട്ടില്ലേ? മക്കൾ കേട്ടിട്ടുണ്ടല്ലേ? വിവിധങ്ങളായ കാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ആർജിച്ച്, എന്തിനാണെന്ന് സാറ് പറഞ്ഞു, ഈ വിവിധങ്ങളായ കാലങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്താ? നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരണം. അതാ നമ്മൾ നേരത്തെ പഠിച്ച് ജീവിത ലക്ഷ്യം പ്രാപിക്കണം. ഓരോ ക്രൈസ്തവൻ്റെയും ജീവിത ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ എത്തിച്ചേരുകയാണ്. ഈ ജീവിത ലക്ഷ്യം പ്രാപിക്കാനാണ് ഈ ആരാധനാക്രമ മത്സരത്തിൻ്റെ വിവിധങ്ങളിലായ കാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ആർജിച്ച് സ്നേഹ ശുശ്രൂഷയുടെയും പങ്കുവെക്കലിൻ്റെയും ജീവിതം നയിച്ച് സ്വർഗീയ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ ആരാധനാക്രമ മത്സരം നമ്മളെ സഹായിക്കുന്നു. എന്താ ആരാധനാക്രമ മത്സരം നമ്മളെ സഹായിക്കുന്നത്? സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ. അതാ നമ്മുടെ ലക്ഷ്യമല്ലേ? അതുകൊണ്ട് എൻ്റെ മക്കൾ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ, ഈ ആരാധനാക്രമ മത്സരത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീക്ഷ്ണമായിട്ട് ഈശോയോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ, തൻ്റെ മണവാട്ടിയായ സഭയെ സ്വർഗീയ ജെറുസലേം കൊണ്ടുപോയി ദൈവപിതാവിന് സമർപ്പിക്കുക, സഭയുടെ മക്കളായി നമ്മളെ ഓരോരുത്തരെയും. അപ്പോൾ എൻ്റെ മക്കൾ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ആർജിക്കണം. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഓരോ ക്രൈസ്തവനും എന്താണ്? ഓരോ ക്രൈസ്തവൻ്റെയും കേന്ദ്രമായിരിക്കണം വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി ആർജിച്ച് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരണം. അതാ ഈശോ ഈ പാഠത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വഴികാട്ടാൻ ഒരു തിരുവചനം സാറ് നിങ്ങളെ പഠിപ്പിക്കാം. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതായിരുന്നു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. 1 യോഹന്നാൻ 4:20. എൻ്റെ മക്കൾ കാണാണ്ട് പഠിക്കണം. എന്താണ്? കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. 1 യോഹന്നാൻ 4:20. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ എല്ലാം സ്നേഹിച്ച് സഹോദരങ്ങൾക്ക് എല്ലാം നന്മ ചെയ്ത് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരണം. അപ്പോളാണ് ഈശോയ്ക്ക് വലിയ സന്തോഷമുണ്ടാകുന്നത്, ദൈവപിതാവിന് വലിയ സന്തോഷമുണ്ടാകുന്നത്. 1-2 ക്വസ്റ്റ്യൻ്റെ ആൻസറുകളെ നിങ്ങൾ എഴുതി നിങ്ങളുടെ ക്ലാസ് അധ്യാപകന് അയച്ചു കൊടുക്കണം. ഏലിയാ സ്ലീവ മൂശാകാലത്തിലെ പ്രധാന തിരുനാൾ ഏതാ? ഞാൻ നിങ്ങളോട് മറക്കരുതെന്ന് പറഞ്ഞതാ. ഏതായിരുന്നു? കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. എൻ്റെ മക്കൾ മറന്നിട്ടില്ല, എല്ലാവരും തന്നെ പറഞ്ഞു കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. അതുപോലെ പള്ളിക്കുദാശാക്കാലം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് എന്താണ്? എന്താ? സ്വർഗത്തിൽ എത്തിച്ചേരാൻ അല്ലേ? തിരുസഭയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരുക. അന്ത്യവിധിയിലെ പ്രസ്താവന ഈശോയുടെ ഇടത്തുവശത്തും വലത്തുവശത്തും നിന്നവർ ചെയ്തതായി പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ബുക്കിലേക്ക് എഴുതണം. അത് സാറ് ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരികയാണ്. അന്ത്യവിധ ഇടത്തുവശത്തും വലത്തുവശത്തും നിൽക്കുന്നവരോട് ഈശോ പറഞ്ഞ കാര്യങ്ങൾ എന്താ? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഇപ്പുറത്ത് ഇടത്തുവശത്തുള്ളവരോട് പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ഈ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതണം. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നുള്ള ചിന്ത വരും. വന്നില്ലേ? നിങ്ങൾക്കും വന്നില്ലേ? വന്നു അല്ലേ? ഈ പാഠം പഠിപ്പിച്ചപ്പോൾ സാറിനും വന്നു. സ്വർഗത്തിൽ നിങ്ങളെ എത്തിച്ചേരണം, സാറും എത്തിച്ചേരണം അല്ലേ? അതാ ഈ പാഠത്തിലൂടെ ഈശോ ആഗ്രഹിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ഒരു തീരുമാനത്തിലെത്തണം. വിശുദ്ധ കുർബാനയിലാണ്, ഞാൻ പറഞ്ഞു, ഓരോ ക്രൈസ്തവൻ്റെയും കേന്ദ്രം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാനയിൽ ശക്തി ആർജിച്ച് സ്നേഹ ശുശ്രൂഷയുടെയും പങ്കുവെക്കലിൻ്റെയും ജീവിതം നയിച്ച് സ്വർഗീയ സൗഭാഗ്യത്തിലെത്തിച്ചേരാൻ ഞാൻ പരിശ്രമിക്കും. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എത്തണം. ഓരോ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ആർജിക്കണം. നമ്മൾ കാണുന്ന, നമ്മൾ
പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും, നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിൽ നിന്നും നമ്മൾ ശക്തി ആർജിക്കണം. ശക്തി ആർജിച്ച് നമ്മൾ സ്നേഹ ശുശ്രൂഷയുടെയും പങ്കുവെക്കലിൻ്റെയും ജീവിതം നയിച്ച് സ്വർഗീയ സൗഭാഗ്യം, നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമിക്കുകയല്ലേ എൻ്റെ മക്കൾ? പരിശ്രമിക്കും. അത് പരിശ്രമിക്കും എന്നുള്ള ഒച്ചയിലുള്ള ആ പറച്ചിൽ കേട്ടപ്പോൾ സാറിന് എന്ത് സന്തോഷമാണെന്നറിയാവോ? എൻ്റെ മക്കളെ സാറ് പഠിപ്പിച്ചത് സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടല്ലേ? നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വീണ്ടും വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മക്കൾ നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഈശോയുടെ വരവിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. എൻ്റെ മക്കൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ആരാധനാക്രമ വത്സരത്തിൻ്റെ വിവിധങ്ങളായ കാലങ്ങളിലൂടെ ഞങ്ങളെ നയിച്ച് അവസാനം സ്വർഗീയ ജെറുസലേമിൽ ഞങ്ങളെ എത്തിച്ച് തൻ്റെ മണവാട്ടിയായ സഭയെ പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഈശോയെ, വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി ആർജിച്ചുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും ഞങ്ങൾക്ക് അനുഭവമാകുവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ നല്ല കുഞ്ഞുങ്ങളായി അങ്ങ് വളർത്തണമേ. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങ് എപ്പോഴും ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ. ഞങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം മറന്നുകൊണ്ട് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞു മക്കളായി തീരുവാൻ അമ്മേ എപ്പോഴും അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന്. ഈശോ നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകാൻ വരും. എങ്ങോട്ടാ? സ്വർഗത്തിലേക്ക്. ആ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് എൻ്റെ കുഞ്ഞുമക്കൾ ഓരോരുത്തരും ആയിരിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. വിദൂരത്തിലായിരിക്കുന്ന നമ്മെ സമീപസ്ഥനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.